തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅദ്ദിൻ, ബാങ്ക് വിളിക്കുന്ന ആൾ എന്നർത്ഥത്തിൽ വലിയ സ്ഥാനങ്ങൾക്ക് ഉടമയായിരുന്നു ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു. നമുക്കൊന്നും സങ്കല്പിക്കാൻ പോലും ചിന്തിക്കുവാൻ പോലും കഴിയാത്ത ത്യാഗപർവങ്ങൾ താണ്ടിയാണ് വിശുദ്ധമായ ഇസ്ലാമിൻ്റെ സുന്ദരമായ നാടുകളിലേക്ക് ബിലാൽ റളിയല്ലാഹു അൻഹു കടന്നു വന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് പലായനം ചെയ്യുന്നതിൻ്റെ 43 വർഷങ്ങൾക്ക് മുമ്പാണ് സറാത്ത് എന്ന സ്ഥലത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു ജന്മം കൊള്ളുന്നത്. പിതാവ് റബാഹും മാതാവ് ഹമാമയുമായിരുന്നു. മക്കയിലെ കറുത്ത വർഗ്ഗക്കാരികളായ അടിമ സ്ത്രീകളിൽ ഒരാളായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവായ ഹമാമ. ആ കാരണത്താൽ ആ കാലത്തുള്ള പലരും കറുത്ത വർഗ്ഗക്കാരിയുടെ മകൻ എന്നർത്ഥത്തിൽ ഇബ്നു സൗദാ എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ചെറുപ്പത്തിലൊക്കെ വിളിക്കാറുണ്ടായിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു ബാല്യവും ചെറുപ്പകാലവും എല്ലാം പിന്നിട്ടത് ഉമ്മുൽ ഖുറ, നഗരങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന മക്കയിലായിരുന്നു. ബനു അബ്ദിദ്ദാർ എന്ന ഒരു ഗോത്രത്തിലെ ഏതാനും അനാഥർക്ക് അവകാശപ്പെട്ട ഒരു അടിമയായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു. ആ അനാഥ മക്കളുടെ ചുമതല ആ മക്കളുടെ പിതാവ് വസിയത്ത് പ്രകാരം ഏൽപ്പിച്ചിരുന്നത് മക്കയിലെ സത്യനിഷേധികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ ഉമയ്യത്ത് ബിൻ ഖലഫിനെയായിരുന്നു. വിശുദ്ധമായ മതം മക്കയിലും പരിസരങ്ങളിലും വ്യാപിച്ചു തുടങ്ങിയപ്പോൾ ഓരോ ആളുകൾ ആ സത്യ സന്ദേശ വഴിയിലേക്ക് കടന്നു വന്നപ്പോൾ ആദ്യം തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്ന് ആ മതം സ്വീകരിച്ച ആളുകളിൽ ബിലാലും ഉണ്ടായിരുന്നു. ഈ വിശുദ്ധമായ മതത്തിലേക്ക് കടന്നു വന്ന ഏതാനും ആളുകൾ മാത്രമായിരുന്നു ആ കാലത്ത് ഭൂമിയിൽ ഉണ്ടായിരുന്നത്. അവരിൽ ഒരാളായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു. ബിലാൽ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുമ്പോൾ ഖദീജ ബിൻത്ത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു, അവരുടെ മാതാവ് സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ, റോമക്കാരനായി അറിയപ്പെട്ടിരുന്ന സുഹൈബ് അർ റൂമി, അതുപോലെ മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹും എന്നിവർ മാത്രമായിരുന്നു ഇസ്ലാമിൽ അന്ന് ഉണ്ടായിരുന്നത്. തുടക്ക കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമിൻ്റെ സുന്ദരമായ വഴിയിലേക്ക് വന്ന് തുടർന്ന് ഏറെ പീഡനങ്ങൾ നേരിട്ടവരാണ് ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു. ശത്രുക്കളായ ആളുകളിൽ നിന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു നേരിട്ടത് ഹൃദയ മനസാക്ഷിയുള്ള ഒരാൾക്കും ഹൃദയവേദനയോടുകൂടെ അല്ലാതെ കേട്ടിരിക്കാൻ കഴിയാത്ത അത്രയും അതിഭീകരമായ പീഡനങ്ങളുടെ പർവ്വതങ്ങളായിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു കൂടെ ഉണ്ടായിരുന്നവരും ഈ പീഡനങ്ങളെല്ലാം നേരിട്ടത് അതിശക്തമായ സഹനത്തോടെയും അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസത്തോടെയും ആയിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെയും അവരുടെ ഗോത്രത്തിൻ്റെ ഔന്നത്യം കാരണം ആക്രമിക്കാനും പീഡിപ്പിക്കാനും ആരും തയ്യാറായിരുന്നില്ല. അവരുടെ സംരക്ഷണത്തിന് നാട്ടുകാരും അവരുടെ ഗോത്രവും എപ്പോഴും മുമ്പിൽ കൂടെയുണ്ടായിരുന്നു താനും. എന്നാൽ അങ്ങനെയായിരുന്നില്ല. അടിമത്വത്തിൻ്റെ മുഖം പേറി ജീവിതം മറ്റു പലരുടെയും ഉടമസ്ഥതയിൽ തള്ളി നീക്കിയിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവും കൂടെയുള്ളവരും നോക്കാൻ സ്വന്തമായി ആരുമില്ലാത്ത ആളുകൾ എന്നർത്ഥത്തിൽ, അടിമകൾ എന്നർത്ഥത്തിൽ ക്രൂരമായ പീഡനങ്ങൾക്ക് നിരന്തരമായി വിധേയമാക്കപ്പെട്ടു. തങ്ങളുടെ ദേവീ ദേവന്മാരെ കൈയൊഴിഞ്ഞ്, വിഗ്രഹാരാധന കൈയൊഴിഞ്ഞ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുതിയ മതത്തിൽ സ്വീകരിച്ചതിൻ്റെ പേരിൽ മറ്റുള്ളവർക്കെല്ലാവർക്കും പാഠമാകുന്ന രീതിയിൽ അതിക്രൂരമായ പീഡനം കൊടുത്ത് മറ്റുള്ളവരും ആ വഴിയിലേക്ക് വരാതിരിക്കുവാൻ അവർക്കൊരു പ്രചോദനമാവട്ടെ എന്ന രീതിയിൽ കരുവാക്കുകയായിരുന്നു ബിലാലിനെയും സംഘത്തെയും. ഖുറൈശികളിലെ ഏറ്റവും കഠിനഹൃദയരും അതിഭീകരമായ മാനസികാവസ്ഥയുള്ളവരുമായ നേതാക്കൾ തന്നെ നേരിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയും സംഘത്തെയും എല്ലാ അർത്ഥത്തിലും ക്രൂരമായി പീഡിപ്പിച്ച് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തി. അവരുടെ നേതാവായി ഏറ്റവും മുമ്പിലുണ്ടായിരുന്നത് ക്രൂരതയുടെ പര്യായമായിരുന്ന അബൂജഹലും. സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയെ അബൂജഹലിൻ്റെ നേതൃത്വത്തിൽ കൂട്ടമായി വളഞ്ഞ് തെറിയഭിഷേകം ചെയ്ത് താഴെ തള്ളിയിട്ട് അടിവയറ്റിലൂടെ കുന്തം കുത്തിക്കയറ്റി ആ കുന്തം മുതുകിലൂടെ പുറത്തെടുത്തു അബൂജഹൽ. ആ ഒരു വേളയിൽ തന്നെ മഹദി സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താവുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന് ഇസ്ലാമിക പ്രചാരണം ആരംഭിച്ചതിന് ശേഷം ആദ്യമായി രക്തസാക്ഷിത്വം വഹിച്ചത് മഹദി സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ ആയിരുന്നു. ഖുറൈശികളുടെ പീഡനങ്ങൾ ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങേണ്ടി വന്ന പലരുമുണ്ടായിരുന്നു. അവരിൽ ഏറ്റവും അതികഠിനമായ ക്രൂരതകൾ ഏറ്റുവാങ്ങിയത് ബിലാൽ റളിയല്ലാഹു അൻഹു ആയിരുന്നു. സൂര്യൻ ശക്തമായി ഉദിച്ചു പൊങ്ങിക്കഴിഞ്ഞാൽ, സൂര്യൻ്റെ ശക്തമായ ചൂടേറ്റ് മണൽത്തരികൾ ചുട്ടുപൊള്ളുന്ന ഒരവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ ആ ശത്രുക്കൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിവസ്ത്രനാക്കി ഇരുമ്പിൻ്റെ കവചം ധരിപ്പിച്ച് ആ മണലിൽ കിടത്തുകയായി. മരുഭൂമികളുടെ സൂര്യരശ്മികളുടെ അതികഠിനമായ ചൂട് മണൽപ്പരപ്പിൽ നിന്നേറ്റും ധരിപ്പിച്ച ഇരുമ്പിൻ്റെ ഭാഗമായുള്ള
കൂടുതൽ ചൂട് ഏൽപ്പിച്ചും അതികഠിനമായി പീഡിപ്പിക്കുകയായിരുന്നു ബിലാലിനെ അവർ. ഇതിനു പുറമെ മൃഗത്തിൻ്റെ തൊലി കൊണ്ട് അത് പിരിച്ചുണ്ടാക്കിയ പ്രത്യേകമായ ചാട്ടവാറുകൊണ്ട് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പുറത്തും മുതുകിലുമെല്ലാം തുടരെ അടിച്ച് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തെറി വിളിക്കാൻ വേണ്ടി നിർബന്ധിച്ചു അവർ. ഖുറൈശികളുടെ ഒരു മനുഷ്യന് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള അതിക്രൂരമായ പീഡനങ്ങൾ നടന്നപ്പോൾ, പീഡിപ്പിച്ചുകൊണ്ട് അവർ പറയുന്ന പലതും വിളിച്ചു പറയാൻ ആവശ്യപ്പെട്ടപ്പോൾ, ബിലാൽ തങ്ങളുടെ കൂടെയുള്ള ചില ആളുകളൊക്കെ അള്ളാഹുവിനോടുള്ള അചഞ്ചലമായ വിശ്വാസം മനസ്സിൽ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് തന്നെ പുറത്ത് ആ ശത്രുക്കൾ പറയുന്ന ചില കാര്യങ്ങൾ പറയാൻ നിർബന്ധിതരാവേണ്ടി വന്നു. അത്രമാത്രം ക്രൂരതയായിരുന്നു അവരുടെ മനോഭാവം. എന്നാൽ ആ ഘട്ടത്തിൽ പോലും ശത്രുക്കളിൽ നിന്ന് താൽക്കാലികമായ ക്രൂരതയ്ക്ക് ആശ്വാസം കിട്ടുമെന്ന് വെച്ചാൽ പോലും അതിനു വേണ്ടി പോലും പുറത്ത് ആ ശത്രുക്കൾ പറയുന്നത് പറയാൻ തയ്യാറായിരുന്നില്ല. അഹദിൻ്റെ മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് എല്ലാ പീഡനങ്ങളും ഏറ്റുവാങ്ങുകയായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു. അള്ളാഹുവിനോടുള്ള ആ വിശ്വാസത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും മുമ്പിൽ എന്ത് പീഡനങ്ങൾ ഏറ്റുവാങ്ങിയാലും തൻ്റെ ശരീരത്തിന് യാതൊരു വിലയുമില്ല, ശരീരത്തെ മാത്രമേ അവർക്ക് നോവിക്കാൻ കഴിയുകയുള്ളൂ എന്ന ഉറച്ച ചിന്തയിലായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ആക്രമിക്കാൻ, ക്രൂരമായി പീഡിപ്പിക്കാൻ നേതൃത്വം നൽകിയത് ശത്രുക്കളിൽ പ്രമുഖരും ക്രൂര പീഡനത്തിന് പേരുകേട്ട വ്യക്തിയുമായ ഉമയ്യത്ത് ബിൻ ഖലഫ് തന്നെയായിരുന്നു. കൂടെ സഹായത്തിന് അയാളുടെ ശിങ്കിടികളും ഉണ്ടായിരുന്നു. തുടരെയുള്ള അടികൊണ്ട് മുതുക് പൊട്ടിയൊലിക്കുന്ന സമയത്തും അഹദിൻ്റെ മന്ത്രങ്ങൾ വാനിലേക്ക് ഉയർത്തുകയായിരുന്നു. അഹദ് അഹദ് അല്ലാഹു അഹദ് എന്ന മന്ത്രങ്ങൾ ഉരുവിടുകയായിരുന്നു സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു. അഹദിൻ്റെ മന്ത്രങ്ങൾ കേട്ടപ്പോൾ കൂടുതൽ ക്രൂരനായി മാറിയ ശത്രുക്കൾ ബിലാൽ തങ്ങളുടെ നെഞ്ചത്ത് വലിയ ഭാരമുള്ള പാറക്കല്ല് കയറ്റിവെച്ചു വീണ്ടും ഉപദ്രവം തുടർന്നു. ഓരോ തവണ ഉപദ്രവം വർദ്ധിക്കുന്നതിനനുസരിച്ച് അഹദ് അഹദ് എന്ന മന്ത്രത്തിൻ്റെ ഉച്ചാരണവും ശബ്ദത്തിൻ്റെ മാധുര്യവും വലിയ ശബ്ദമായി അത് മാറുകയായിരുന്നു. ലാത്തയെയും ഉസ്സയെയും വിളിച്ച് കരയുവാൻ വേണ്ടി ശത്രുക്കൾ നിർബന്ധിച്ചപ്പോഴൊക്കെ ബിലാൽ റളിയല്ലാഹു അൻഹു ഉച്ചരിച്ചത് റബ്ബിൻ്റെയും തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും പേരുകൾ മാത്രമായിരുന്നു. ഞങ്ങൾ പറഞ്ഞു തരുന്നത് മാത്രം പറയുക എന്ന് പറഞ്ഞ് ശത്രുക്കൾ ആക്രോശിക്കുമ്പോഴും ഞാനത് പറയില്ല, ഞാൻ എൻ്റെ ഹബീബിനെക്കുറിച്ചും റബ്ബിനെക്കുറിച്ചും മാത്രമേ പറയൂ എന്ന് പറഞ്ഞ് ആണയിട്ട് ഉറക്കെ അഹദിൻ്റെ മന്ത്രം പറയുകയായിരുന്നു സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു. അതോടെ വീണ്ടും അതിക്രൂരമായ മറ്റ് പല പീഡന മുറകൾ കൂടെ ഏൽപ്പിക്കുകയായിരുന്നു ഉമയ്യത്ത് ബിൻ ഖലഫും സംഘവും. ഇത്രമാത്രം പീഡിപ്പിച്ചിട്ട് മതിയായിട്ടും വീണ്ടും പുതിയ മുറകളിലൂടെ എങ്ങനെയെങ്കിലും ബിലാൽ എന്നവരുടെ മനസ്സ് മാറ്റാൻ വേണ്ടി ശത്രുക്കൾ ക്രൂരമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. ബിലാൽ റളിയല്ലാഹുവിൻ്റെ കഴുത്തിൽ പരുപരുത്ത ഒരു കയറ് കെട്ടി മക്കയിലെ യുവാക്കളെയും കുട്ടികളെയും ഏൽപ്പിച്ചു കൊടുത്ത് ആ കയറ് പിടിച്ച് ബിലാൽ റളിയല്ലാഹുവിനെ മക്കയിലെ തെരുവോരങ്ങളിലൂടെ വലിച്ചിഴച്ച് കൊണ്ടു നടക്കുവാൻ വേണ്ടി അവസരം ഉണ്ടാക്കി കൊടുത്തു. അപ്പോഴും ബിലാലിൻ്റെ ശൗര്യം ഒട്ടും കുറയാതെ റബ്ബിനെ വിളിച്ചുകൊണ്ടേയിരുന്നു. ഓരോ തവണ ക്രൂരത ഏറുമ്പോഴും പ്രത്യേകമായ താളത്തിൽ അഹദിൻ്റെ ആ മാധുര്യത്തോടുകൂടെ ബിലാൽ തങ്ങൾ വിളിച്ചുകൊണ്ടേയിരുന്നു. ബിലാൽ തങ്ങൾ അകപ്പെട്ടിരിക്കുന്ന അത്യന്തം ഭയാനകമായ ഈ അവസ്ഥ മനസ്സിലാക്കിയ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമയ്യത്ത് ബിൻ ഖലഫിനെ കണ്ട് ബിലാലിനെ എനിക്ക് വിൽക്കാമോ എന്ന് ചോദിച്ചു. സങ്കല്പിക്കുവാൻ പോലും സാധിക്കാത്ത അത്രയും വലിയൊരു സംഖ്യയാണ് ഉമയ്യത്ത് ബിൻ ഖലഫ് സിദ്ദീഖ് റളിയല്ലാഹുവിനോട് പറഞ്ഞത്. ആ വിലയുടെ വലുപ്പം കണ്ട് സിദ്ദീഖ് റളിയല്ലാഹുവിന് പിന്മാറുമെന്നായിരുന്നു ഉമയ്യത്തിൻ്റെ ചിന്ത. പക്ഷേ 9 ഔൺസ് സ്വർണ്ണ നാണയം ആ കാലത്തൊരു വലിയ സംഖ്യ കൊടുത്തുകൊണ്ട് ബിലാൽ റളിയല്ലാഹുവിനെ സിദ്ദീഖ് റളിയല്ലാഹു മോചിപ്പിച്ചു. കച്ചവടം ഉറപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം ഉമയ്യത്ത് ബിൻ ഖലഫ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, 1 ഔൺസ് സ്വർണത്തിന് പോലും വിലയില്ല, ആ രീതിയിൽ താങ്കൾ ബിലാലിനെ വാങ്ങാൻ കൂട്ടാക്കിയിരുന്നില്ലെങ്കിൽ പോലും അതിലും കുറഞ്ഞ വിലക്ക് എനിക്ക് വിൽക്കാൻ കഴിയുമായിരുന്നു ബിലാലിനെ, അത്രമാത്രമേ വിലയുള്ളൂ എന്ന്. സിദ്ദീഖ് റളിയല്ലാഹു ഉടനെ തിരിച്ചു പറഞ്ഞു, ഉമയ്യത്തെ 100 സ്വർണ്ണ നാണയത്തിൻ്റെ വില നീ ചോദിച്ചാലും അതിൽ നിന്ന് അല്പം പോലും കുറക്കുന്നില്ലെങ്കിൽ പോലും അത് മുഴുവനും തന്ന് എൻ്റെ ബിലാലിനെ ഹബീബിന് വേണ്ടി ഞാൻ കൊണ്ടുപോകുമായിരുന്നു. ബിലാലിനെ വലിയ വില കൊടുത്ത് വാങ്ങി മോചിപ്പിച്ച് കൊണ്ടുവന്ന സന്തോഷകരമായ വാർത്ത തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ ആനന്ദമാണ് ഉണ്ടാക്കിയത്. അതിൽ എന്നെയും പങ്കാളിയാക്കുക എന്ന് റസൂൽ പറഞ്ഞു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
ഉടനെ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, ബിലാൽ ഇനി മുതൽ സ്വതന്ത്രനാണ് എന്ന്. പിന്നീട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സംഘവും തീരുമാനിച്ച് യാത്ര പുറപ്പെട്ടപ്പോൾ ആദ്യഘട്ടത്തിൽ യാത്ര പോയവരിൽ ബിലാൽ തങ്ങളും ഉണ്ടായിരുന്നു. മദീനയിൽ എത്തിച്ചേർന്നതിന് ശേഷം ബിലാൽ റളിയല്ലാഹു അൻഹുവും സിദ്ദീഖ് തങ്ങളും ആമിർ ഇബ്നു ഫിഹ്റും ഒരേ വീട്ടിലായിരുന്നു താമസിച്ചത്. യാത്ര കഴിഞ്ഞെത്തിയ പലരെയും പനി പിടികൂടി. പനിയുടെ കാഠിന്യം അല്പം കുറഞ്ഞപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പാടി: ഒരു രാത്രി നേരത്തേക്കെങ്കിലും മക്കക്കടുത്ത ഫക്കിൽ എനിക്ക് അന്തിയുറങ്ങാൻ സാധിച്ചിരുന്നുവെങ്കിൽ, നിദ്ദഖർ ചെടിയുടെ പരിമളം നുകർന്ന് ആ പ്രതാപികളുടെ സാന്നിധ്യത്തിൽ നിലകൊള്ളാൻ എൻ്റെ ഈരടികൾ എനിക്ക് കരുത്ത് പകർന്നിരുന്നുവെങ്കിൽ, മിജന്നത്ത് ചന്തയിലെ കുടിനീരൊഴുക്ക് കൈകൊണ്ടെടുക്കുവാൻ എനിക്ക് സാധിച്ചിരുന്നുവെങ്കിൽ, ഷാമത്ത് തൊഫീൽ കുന്നുകൾ കൺനിറയെ ഒന്ന് കാണുവാൻ എനിക്ക് സാധിച്ചിരുന്നുവെങ്കിൽ, ഇങ്ങനെ പാടിക്കൊണ്ടേയിരുന്നു സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു. കാരണം മക്കയും പരിസര പ്രദേശങ്ങളിലുള്ള ഈ ഓരോ കേന്ദ്രങ്ങളും അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു ബിലാലിന്. ഈ പർവ്വതങ്ങളെയും താഴ്വാരങ്ങളെയും മരങ്ങളെയും ഒക്കെ സാക്ഷി നിർത്തി അതിക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് സയ്യിദുനാ ബിലാൽ. അതേ മണൽത്തരികളിൽ തന്നെയാണ് സത്യസന്ദേശത്തിൻ്റെ സുന്ദരമായ ആശയത്തിലേക്ക് ബിലാൽ കടന്നു വന്നതും. ഖുറൈശികളുടെ അതിക്രൂരമായ പീഡനങ്ങൾ ഏൽക്കാതെ മദീനയിൽ സുരക്ഷിതമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യത്തിൽ താമസം ആരംഭിച്ചു ബിലാൽ റളിയല്ലാഹു അൻഹു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടേക്ക് യാത്ര പുറപ്പെടുകയാണെങ്കിലും കൂടെ ബിലാലും ഉണ്ടാകും. റസൂലിന് വേണ്ടി സമർപ്പിച്ച ജീവിതം എവിടെ യാത്ര പോയി തിരിച്ചു വരുമ്പോഴും കൂടെ നിഴലായി എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് ബിലാലും കൂടെ ഉണ്ടാകും. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കരിക്കുവാൻ കൂടെ ബിലാലുണ്ടാകും. യുദ്ധം ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ തൊട്ടുരുമ്മി നിന്നുകൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് യുദ്ധത്തിലും സജീവമായി ബിലാൽ റളിയല്ലാഹു അൻഹു ഉണ്ടാകും. മദീനയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വത്തിൽ പള്ളി നിർമ്മാണം പൂർത്തീകരിച്ച് 5 നേരത്തെ നിസ്കാരത്തിന് വേണ്ടി തുറന്നു കൊടുക്കുന്ന ആ സുന്ദരമായ വേളയിൽ ഇസ്ലാമിലെ ആദ്യത്തെ മുഅദ്ദിനായി റസൂൽ ഏൽപ്പിച്ചത് ബിലാലിനെ തന്നെയായിരുന്നു. ഇതിൽ പരം ഒരു ഭാഗ്യം വേറെ എന്താണ് ഉള്ളത്? വാങ്ക് വിളിച്ചു കഴിഞ്ഞ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരത്തിന് തയ്യാറായാൽ ഇഖാമത്തും പലപ്പോഴും ബിലാൽ റളിയല്ലാഹു അൻഹു തന്നെ കൊടുക്കുമായിരുന്നു. നിസ്കാരം ജനങ്ങളെ അറിയിക്കുകയും നിസ്കാരത്തിന് തയ്യാറായി തിരുദൂതർ വന്ന വിവരം ജാളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന മഹത്തായ ദൗത്യം അവർ നിർവഹിച്ചു വന്നു. എത്യോപ്യയിലെ രാജാവായിരുന്ന നജ്ജാഷി നെഗസ് രാജാക്കന്മാർ മാത്രം ഉപയോഗിക്കുന്ന നീളം കുറഞ്ഞ 3 കുന്തങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമ്മാനമായി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്ന് സ്വന്തം ആവശ്യത്തിനായി റസൂൽ എടുത്തു വെക്കുകയും മറ്റൊന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനും വേറെ ഒന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനും കൊടുക്കുകയുണ്ടായി. തനിക്കായി എടുത്തു വെച്ച ആ നീളം കുറഞ്ഞ കുന്തം അത് പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചിരുന്നത് ബിലാലിനെയായിരുന്നു. തുടർന്നുള്ള ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ദൂതരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ആ കുന്തവും ഏന്തിക്കൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു എപ്പോഴും ഉണ്ടായിരുന്നു. എങ്ങോട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര പുറപ്പെട്ടാലും കുന്തവുമായി ബിലാൽ കൂടെ ഉണ്ടാകും. ഏത് നിസ്കാരവേളയിലും മഴയെ തേടിയുള്ള പ്രത്യേകമായ സദസ്സുകളിലുമെല്ലാം ആ കുന്തവുമേന്തി ബിലാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ടാകും. പള്ളിയുടെ പുറത്ത് മറ്റെവിടെയെങ്കിലും വെച്ച് നിസ്കാരത്തിന് വേണ്ടി സമയമായാൽ ശ്രേഷ്ഠരായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ ആ കുന്തം ബിലാൽ റളിയല്ലാഹു നാട്ടുമായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ബദറിൽ പങ്കെടുത്തു ബിലാൽ റളിയല്ലാഹു അൻഹു. മക്കയിൽ വെച്ച് ശത്രുക്കളാൽ അതിക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി മറ്റ് പല വിശ്വാസികളെയും അതിക്രൂരമായി വധിക്കുകയോ ആക്രമിക്കുകയോ ചെയ്ത ആ ശത്രുക്കളായ ആളുകൾ ഏത് വിധമാണ് റബ്ബിൻ്റെ അലംഘനീയമായ വിധിക്ക് മുമ്പിൽ നിസ്സഹായരായി കീഴടങ്ങിയത് എന്ന് സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണുവാൻ ബിലാലിന് ബദറിൻ്റെ രണാങ്കണത്തിൽ സാധിച്ചു. ദീനിനു വേണ്ടി പോരാടിയ അള്ളാഹുവിൻ്റെ പടയാളികളെ അള്ളാഹു എങ്ങനെയാണ് സഹായിച്ചതെന്നും ശത്രുക്കളെ എങ്ങനെ വകവരുത്തിയെന്നും ആ യുദ്ധത്തിൽ ഓരോ രംഗത്തിലൂടെയും ബിലാൽ റളിയല്ലാഹു അൻഹു കണ്ടുകൊണ്ടേയിരുന്നു. അബൂജഹലും ഉമയ്യത്ത് ബിൻ ഖലഫും ഏത് വിധമാണ് അരിഞ്ഞു വീഴ്ത്തപ്പെട്ടത് എന്ന് ബിലാൽ കൃത്യമായി കണ്ടു. പിന്നീട് മക്ക വിജയത്തിൻ്റെ വേളയിൽ
സൈന്യത്തിൻ്റെ മുൻപന്തിയിലായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുമ്പോൾ കൂടെ തന്നെ ആകാശത്തേക്കുള്ള റബ്ബിൻ്റെ വിളികളുടെ അനന്തമായ സ്വരമാധുരിയുടെ ഉടമയായ ബിലാൽ ഇബ്നു റവാഹയും കൂടെ തന്നെ ഉണ്ടായിരുന്നു. തുടർന്ന് വിശുദ്ധമായ കഅബയുടെ കവാടം തുറന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ കൂടെ അകത്തേക്ക് പ്രവേശിക്കാൻ കേവലം 3 ആളുകൾക്ക് മാത്രമാണ് അവസരം കിട്ടിയത്. അതിലൊന്ന് കഅബയുടെ താക്കോലിൻ്റെ സൂക്ഷിപ്പുകാരനായിരുന്ന ഉസ്മാൻ ഇബ്നു ത്വൽഹ, മറ്റൊന്ന് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരളിൻ്റെ കഷ്ടമായിരുന്ന ഉസാമത്ത് ഇബ്നു സെയ്ദ്, മൂന്നാമത്തെ ആ ഭാഗ്യവാൻ ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ളുഹർ നിസ്കാരത്തിൻ്റെ സമയമായപ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരുമിച്ച് കൂടിയത് മക്ക വിജയത്തിൻ്റെ വേളയിൽ. ഈ രംഗമെല്ലാം കണ്ട് അല്പം ദൂരെ എല്ലാം മാറി നിന്ന് വീക്ഷിക്കുകയായിരുന്നു ശത്രുക്കൾ മുഴുവനും. മക്ക തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കീഴടങ്ങുന്ന ആ മക്ക വിജയത്തിൻ്റെ സുന്ദരമായ വേളയിൽ ആദ്യമായി കഅബയുടെ മുകളിൽ കയറി വാങ്ക് വിളിക്കുവാൻ തന്നോടായിരിക്കും ആവശ്യപ്പെടുക എന്ന് പല സ്വഹാബികളും ആഗ്രഹിച്ചിരുന്നു. അവരത് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ആ കൂട്ടത്തിൽ പിന്നിൽ മാറി നിൽക്കുന്ന ഒരാളെ കണ്ണുകൊണ്ട് അന്വേഷിക്കുകയായിരുന്നു തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, പ്രമുഖരായ മറ്റ് പല സ്വഹാബത്തുമുള്ള ആ വേദിയിൽ ഓരോരുത്തരും റസൂൽ എന്നെയായിരിക്കും വാങ്ക് വിളിക്കുവാൻ ക്ഷണിക്കുക എന്ന് വിചാരിച്ചപ്പോൾ, പക്ഷേ സദസ്സിൻ്റെ ഏതോ ഒരു മൂലയിൽ മാറി നിൽക്കുകയായിരുന്ന, ഒരിക്കലും എന്നെ ഹബീബ് ഇതിനു വേണ്ടി വിളിക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ ചിന്തയിൽ നിൽക്കുകയായിരുന്ന ബിലാലിനെ വിളിച്ചു, താങ്കൾ വാങ്ക് കൊടുക്കുക. ആദ്യഘട്ടത്തിൽ അത് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല ബിലാലിന് റളിയല്ലാഹു അൻഹു. പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദിൻ യാ ബിലാൽ, ബിലാലെ താങ്കൾ വാങ്ക് കൊടുക്കൂ എന്ന് പറഞ്ഞപ്പോൾ അവിശ്വസനീയമായ ഒരു ദൗത്യം ഏൽപ്പിക്കപ്പെട്ട കറുത്തവരും വെളുത്തവരും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇസ്ലാമിൽ ഇല്ല എന്ന വംശീയതയുടെ അതിശക്തമായ ഒരു പ്രഖ്യാപനമായിരുന്നു. വംശീയത ഒരിക്കലും ദീനിൽ ഇല്ല, അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും സ്ഥാനമുള്ളത് തഖ്വയുള്ളവർക്കാണ് എന്ന അതിമഹത്തായ ഒരു സന്ദേശം ലോകത്തിന് കൈമാറുകയായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വാങ്ക് വിളിപ്പിച്ചതിലൂടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു കഅബയുടെ മുകളിൽ കയറി ആദ്യമായി അവിടെ വാങ്ക് വിളിച്ചു. ആ രംഗത്തിന് ശത്രുക്കൾ മുഴുവനും സാക്ഷിയാവുകയാണ്. കർണാനന്ദകരമായ മധുരതരമായ ശബ്ദത്തിൽ അന്തരീക്ഷത്തിലേക്ക് അള്ളാഹുവിൻ്റെ അജയ്യമായ വഹദാനിയത്ത് മുഴക്കിക്കൊണ്ട് ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു വാങ്ക് വിളിച്ചപ്പോൾ ആ പരിസരം മുഴുവനും ആ വാങ്കിൻ്റെ മന്ത്രധ്വനികളിൽ ലയിച്ചുപോയി. വിനയത്തോടെയും ഭക്തിയോടെയും ആ വാങ്കിൻ്റെ അതേ ലഫ്ളുകൾ, അക്ഷരങ്ങൾ ഉച്ചരിച്ചു കൊണ്ടിരുന്നു സ്വഹാബത്ത് മുഴുവനും. കാപട്യത്തിൽ മുങ്ങിക്കുളിച്ച, ക്രൂരതയിൽ ജീവിതം മുഴുവനും ചെലവഴിച്ച ശത്രുക്കൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ഈ കാഴ്ച. ഞങ്ങളുടെ കേവലം ഒരു അടിമ മാത്രമായിരുന്ന കറുത്ത വർഗക്കാരിയായിരുന്ന ഒരാളുടെ മകൻ, ഞങ്ങളുടെ നാട്ടിൽ അടിമപ്പണിയെടുത്തിരുന്ന ഒരാൾ, ഇതാ കഅബയുടെ മുകളിൽ കയറി കേൾക്കാൻ ഞങ്ങൾക്കൊട്ടും ഇഷ്ടമല്ലാത്ത ആ വാക്കുകൾ ഇതാ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. വാങ്ക് വിളി മുന്നോട്ട് പോയി അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞപ്പോൾ ആ മഹാപ്രവാചകർ അവിടെ ഉണ്ട്. അവരെ സാക്ഷി നിർത്തി അങ്ങ് അള്ളാഹുവിൻ്റെ പ്രവാചകരാണ് എന്ന് സാക്ഷ്യം വഹിക്കുന്നു എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ മുസ്ലിം പടയാളികളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഇറങ്ങി ഒലിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. ആ രംഗം ശത്രുക്കളിൽ കൂടുതൽ അസൂയ വരുത്തുന്ന ഒരു സമയം കൂടെയായിരുന്നു. ശത്രുക്കൾക്ക് അതികഠിനമായ അസഹ്യമായ വെറുപ്പ് ആ സമയത്തിലുണ്ടായി. ഹാരിസ് ഇബ്നു ഹിഷാം ഇങ്ങനെ പറഞ്ഞു, കഷ്ടം തന്നെ, ബിലാൽ കഅബയുടെ മുകളിൽ കയറി വാങ്ക് വിളിക്കുന്നത് കാണുന്നതിൻ്റെ മുമ്പ് മരിച്ചുപോയാൽ എത്ര നന്നായിരുന്നു എന്ന്. ഹക്കം ഇബ്നു അബിൽ ആസ് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു, ബനൂ ജുമൂഹ് ഗോത്രക്കാരുടെ കേവലം ഒരു അടിമ ഈ വിശുദ്ധമായ മന്ദിരത്തിൻ്റെ മുകളിൽ കയറി ഒരു കഴുതയെപ്പോലെ അലറുന്നത് കാണുന്നത് വലിയ ദുരന്തം തന്നെയാണ് എന്ന്. ശത്രുക്കളുടെ കൂട്ടത്തിൽ ആ സമയത്ത് അബൂ സുഫിയാനും ഉണ്ടായിരുന്നു. അബൂ സുഫിയാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ ഈ വിഷയത്തിൽ ഒന്നും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അഥവാ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഈ മക്കയിലെ ചരൽക്കല്ലുകൾ പോലും അത് അബ്ദുള്ളയുടെ മകൻ മുഹമ്മദിൽ എത്തിച്ചെന്ന് വരാം. ഞാനതിനെ പേടിക്കുന്നു. പ്രവാചക തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതാവസാനം വരെയും മദീനയിൽ ആ അഹദിയത്ത് വാനിലേക്ക് ഉയർത്തിയിരുന്നത് ബിലാൽ റളിയല്ലാഹു അൻഹു തന്നെയായിരുന്നു പ്രധാനമായും. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി അള്ളാഹുവിൻ്റെ സമക്ഷത്തിലേക്ക് യാത്ര പോയ ആ ഘട്ടത്തിൽ അവിടുത്തെ ശറഫാക്കപ്പെട്ട ശരീരം ഖബറടക്കുന്നതിന് മുമ്പ് നിസ്കാരത്തിൻ്റെ സമയമായപ്പോൾ
ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് വാങ്ക് വിളിക്കാൻ ആവശ്യപ്പെട്ടു. ഹബീബിൻ്റെ മയ്യത്ത് അവിടെയുണ്ട്. ആ ഘട്ടത്തിൽ നിസ്കാരത്തിന് വേണ്ടി വാങ്ക് വിളിക്കുന്ന ഘട്ടത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹു അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞപ്പോഴേക്കും തൊണ്ടയിടറി, വാക്കുകൾ അവിടെ കെട്ടിക്കിടന്ന് പുറത്തേക്ക് വരാതെ കരയുന്ന വല്ലാത്തൊരവസ്ഥയിലേക്ക് ബിലാൽ റളിയല്ലാഹു അൻഹു മാറുകയായിരുന്നു. അത് അത് കണ്ട സ്വഹാബികളെല്ലാവരും ആ രംഗത്തിൽ കരയുകയായിരുന്നു. തുടർന്ന് 3 ദിവസങ്ങൾ കൂടെ ബിലാൽ റളിയല്ലാഹു മദീനയിൽ വാങ്ക് വിളിക്കുകയുണ്ടായി. ഓരോ സമയത്ത് വാങ്ക് വിളിക്കുമ്പോഴും അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എത്തുമ്പോൾ തൊണ്ടയിടറി കരഞ്ഞുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു വല്ലാതെ പ്രയാസപ്പെട്ടു. മദീന മുഴുവനും ആ വാങ്ക് കേട്ട് കരഞ്ഞുകൊണ്ടേയിരുന്നു. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം ഖലീഫയായി വന്ന സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ഒരു വലിയ അഭ്യർത്ഥനയുമായി കടന്നു വന്നു ബിലാൽ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം അവിടുത്തെ പേരുച്ചരിച്ചുകൊണ്ട് വാങ്ക് വിളിക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് ദയവായി ആ ഒരു ദൗത്യത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ എന്നെ അനുവദിക്കണേ എന്ന്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ബിലാൽ റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ടു. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ശത്രുക്കളോട് ഏറ്റുമുട്ടാൻ യാത്ര പോകാൻ, മദീനയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ തന്നെ അനുവദിക്കണം എന്നുകൂടെയായിരുന്നു അഭ്യർത്ഥന. മദീന വിട്ടുപോകണം എന്ന ആവശ്യത്തെ അംഗീകരിക്കാൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കലും സാധിക്കുമായിരുന്നില്ല. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിശ്രേഷ്ഠമായി കാണുകയും വല്ലാതെ ആദരിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്ത ബിലാലിൻ്റെ സാന്നിധ്യം, ആ വാങ്കുലികൾ മദീനയിൽ വല്ലാത്തൊരു ആശ്വാസമാകുമായിരുന്നു. പരമാവധി ആ ഒരു ചിന്തയിൽ നിന്ന്, മദീനത്ത് നിന്ന് പുറത്തു പോകുന്നതിൽ നിന്ന് ബിലാൽ തങ്ങളെ പിന്തിരിപ്പിക്കുവാൻ വേണ്ടി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല. അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞു: പണ്ടൊരിക്കൽ ഉമയ്യത്ത് ബിൻ ഖലഫിൻ്റെ കയ്യിൽ നിന്ന് താങ്കൾ വലിയ പണം കൊടുത്ത് എന്നെ മോചിപ്പിച്ചത് താങ്കളുടെ ആവശ്യത്തിനാണെങ്കിൽ താങ്കൾക്ക് എന്നെ ഇവിടെ പിടിച്ചു വെക്കാം, ഞാൻ തീർച്ചയായിട്ടും ഇവിടെ നിൽക്കും. അതല്ല, താങ്കൾ എന്നെ മോചിപ്പിച്ചത് അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ ആ റബ്ബിൻ്റെ മാർഗത്തിൽ താങ്കൾ എന്നെ വിട്ടയച്ചാലും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: അള്ളാഹുവാണേ, റബ്ബിൻ്റെ മാർഗത്തിലാണ് താങ്കളെ ഞാൻ മോചിപ്പിച്ചത്. ഉടനെ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു: തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി വാങ്ക് വിളിച്ച ഞാൻ ഇനി മറ്റൊരാൾക്ക് വേണ്ടിയും വാങ്ക് വിളിക്കുകയില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹുവിന് സമ്മതം കൊടുത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു യാത്ര പോയി. ദമസ്കസിനെ ലക്ഷ്യമാക്കി യാത്ര പോയ ആദ്യ മുസ്ലിം സംഘത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവും ഉണ്ടായിരുന്നു. ദമസ്കസിനടുത്തുള്ള ദാറയ്യ എന്ന സ്ഥലത്താണ് അവർ താമസമർപ്പിച്ചത്. വർഷങ്ങൾക്ക് ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഷാമിലേക്ക് വരുന്നത് വരെ ബിലാൽ റളിയല്ലാഹു അൻഹു വാങ്ക് വിളിച്ചതേയില്ല. ദീർഘകാലങ്ങൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷമാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ട, ആദരിച്ച അവിടുത്തെ മുഅദ്ദിൻ എന്ന അർത്ഥത്തിൽ ബിലാലിനോട് വലിയ ആദരവും സ്നേഹവുമായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്. ഉമർ തങ്ങൾ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു: അബൂബക്കർ സിദ്ദീഖ് നമ്മുടെ കൂട്ടത്തിൽ വലിയ ഔന്നത്യമുള്ളവരാണ്, ഔന്നത്യമുടയ ബിലാലിനെ മോചിപ്പിച്ചത് അവരാണ് എന്ന്. ദീർഘവർഷങ്ങൾക്ക് ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബിലാലിനെ കണ്ടെത്തിയ ആ നിമിഷത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹു ഒന്ന് വാങ്ക് വിളിക്കണമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനും അവിടെ കൂടിയിരുന്ന എല്ലാ സ്വഹാബാക്കൾക്കും വല്ലാത്ത ഒരു ആഗ്രഹമുണ്ടായി. ആ ആഗ്രഹം അവർ ബിലാൽ റളിയല്ലാഹു അൻഹു അറിയിച്ചു. എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ കൂടെ തിരുനബി ഏൽപ്പിച്ച ആ ദൗത്യം അവിടെ നിർവഹിച്ചു, വാങ്ക് വിളിച്ചു. വാങ്കിൻ്റെ ഓരോ അക്ഷരങ്ങളും വാനിലേക്ക് ഉയർന്നപ്പോഴും ഉമർ റളിയല്ലാഹു അൻഹു മുതൽ ഓരോ സ്വഹാബിയും തൊണ്ടയിടറി പൊട്ടിപ്പൊട്ടി കരഞ്ഞുകൊണ്ടിരുന്നു. ഹബീബിൻ്റെ വാങ്കുലിയാണല്ലോ ഈ കേൾക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ എല്ലാവരുടെയും താടിരോമങ്ങൾ മുഴുവനും കണ്ണുനീര് കൊണ്ട് കുതിർന്നു. വല്ലാത്തൊരവസ്ഥയിൽ അവരെത്തിച്ചേർന്നു. ഹബീബിൻ്റെ സ്മരണ അവരുടെ ആ ഒരു സന്ദർഭം മുഴുവനും പൊതിഞ്ഞു നിന്നു. അന്തരീക്ഷത്തിൽ ഉയർന്ന ബിലാലിൻ്റെ ആ ശബ്ദം വീണ്ടും ഒരു മദീന കാലഘട്ടത്തിലേക്ക്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലേക്ക് അവരെയൊക്കെ കൊണ്ടുപോയി. ഒരു നിമിഷം ഹബീബ് ഉള്ള മദീനയിലാണോ ഞങ്ങളുള്ളത് എന്ന് പോലും അവർ ചിന്തിച്ചു പോയി. അത്രമാത്രം മധുരതരമായിരുന്നു ബിലാലിൻ്റെ റളിയല്ലാഹു അൻഹു വാങ്കുലികൾ. പിന്നീടുള്ള ജീവിതം ബിലാൽ റളിയല്ലാഹു അൻഹു ചെലവഴിച്ചത് ദമസ്കസിൽ തന്നെയായിരുന്നു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം അവിടുത്തെ വഫാത്തിനോട് അടുത്ത ഘട്ടത്തിൽ പ്രിയപ്പെട്ട പ്രിയതമ കരയാനൊരുങ്ങുന്ന ആ രംഗം കണ്ടപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു അവരോട് ഇപ്രകാരമാണ് പറഞ്ഞത്: നീ എന്തിന് കരയണം? ഇത് ഞാൻ കാത്തിരുന്ന ആനന്ദമാണ്, ഞാൻ ആഗ്രഹിച്ച ആഹ്ലാദമാണിത്. പിന്നെ ഒട്ടും വൈകിയില്ല. ചുണ്ടുകളെ കൊണ്ട് സന്തോഷകരമായ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു സത്യസാക്ഷ്യവാക്യം ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് യാത്രയായി. അവസാനമായി ബിലാൽ തങ്ങൾ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു:
നാളെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കാണുവാനിരിക്കുകയാണ്. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവിടുത്തെ പ്രിയപ്പെട്ട സ്വഹാബത്തിനെയും. ശേഷം സന്തോഷത്തോടെ കണ്ണടച്ചുകൊണ്ട് ആ സുന്ദരമായ വാക്യങ്ങൾ ഉരുവിട്ടുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു റബ്ബിലേക്ക് യാത്ര പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സുന്ദരമായ വാങ്ക് കേൾക്കുവാനും തിരുനബി സമക്ഷത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുമിച്ച് കൂടുവാനും സാധുക്കളായ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.